എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ജൂലൈ 10 മുതൽ അപേക്ഷ ആരംഭിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വിഭിന്നശേഷി വിഭാഗങ്ങളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാനുള്ള ഒരു അവസരം നൽകാറില്ല. ഇത്തവണ അവസരം നൽകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ അവർക്ക് കൂടി അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ട്രാൻസ്ഫറിന് വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ച കാര്യമാണ് സ്കൂൾ വഴിയാണോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണോ അപേക്ഷിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് സ്കൂൾ വഴിയും അപേക്ഷിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓൺലൈൻ വഴിയും അപേക്ഷിക്കാവുന്നതാണ്. സ്കൂൾ വഴിയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫോം ലഭിക്കുന്നതാണ്. ആ ഒരു ഫോം വാങ്ങി നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങളുടെ ഈ ഒരു SSLC രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, +1 ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൻ്റെ കോഡ്, അതുപോലെ തന്നെ കോഴ്സ് കോമ്പിനേഷൻ ഏതാണെന്നുള്ളതും. അതിനുശേഷം നിങ്ങൾക്ക് അതിന് താഴെയായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ബോക്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട, അതായത് ക്രമ നമ്പർ ഉണ്ടാകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൻ്റെ കോഡ്, അതുപോലെ കോഴ്സ് എന്നിവ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സ്കൂളിൻ്റെ കോഡ് നൽകുക, അതുപോലെ തന്നെ കോഴ്സിൻ്റെ കോഡ് നൽകുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകി സ്കൂളിൽ നൽകി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നും അത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസിന് ജസ്റ്റ് ഒരു 5 രൂപ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്കൂൾ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു hscap വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത്, അതായത് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് വരുന്നത്, അതിനുശേഷം മാത്രമാണ് ട്രാൻസ്ഫർ വരിക. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ സർക്കുലർ വന്ന ശേഷം മാത്രമാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ ജില്ല എന്ന് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ സ്കൂൾ പൂരിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാകും. അത് നിങ്ങളുടെ SSLC ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, അതുപോലെ നിലവിൽ നിങ്ങളുടെ ഈ ഒരു +1 അപേക്ഷയുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഏതാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൻ്റെ കോഡ്, അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സിൻ്റെ കോഡും, അതുപോലെ കോമ്പിനേഷനുകളും എന്നിവ നൽകുക. നൽകിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഭാഗം കാണുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്നതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് സ്കൂളിൻ്റെ ആ ഒരു കോഡ് നൽകണം. അതിനുശേഷം കോഡ് നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോഴ്സ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആഡ് ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര സ്കൂളുകളും കോഴ്സുകളും വേണമെങ്കിൽ ഓപ്ഷൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മാറേണ്ടി വരും. ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ നൽകിയ ശേഷം ക്യാൻസൽ ചെയ്യാനോ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും മാത്രമേ വെക്കാനായിട്ട് പാടുള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറണം എന്ന് പറയാറുണ്ട്. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ മാത്രമേ മാറാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ വേണോ എന്നുള്ളതും ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഓപ്ഷനൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പുതിയ ആ ഒരു സ്കൂളിലേക്ക് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.